മാളു, ഇതാ മോളെ, ഇത് കുടിക്ക. എന്താ മാളു, നീ ഇങ്ങനെ ഒരു വഹയും കഴിക്കാതിരുന്ന എങ്ങനെയാ? 2-3 ദിവസം ഒന്നും കഴിക്കാതിരുന്നോണ്ടാ നിനക്ക് ക്ഷീണവും ബോധക്കേടും ഒക്കെ ഉണ്ടായത്. പ്രോപ്പർ ഫുഡും റെസ്റ്റും വേണോന്നാ ജോബിനും പറഞ്ഞത്. ദാ ഇതങ്ങോട്ട് കുടിച്ചേ. അവിടെ വെച്ചേക്ക്, ഞാൻ പിന്നെ കുടിച്ചോളാം. ദേ മറക്കാതെ എടുത്ത് കുടിക്കണേ. മോൾക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? മാളു, നീ എന്തിനാ ഞങ്ങളോടിങ്ങനെ പിണങ്ങി നടക്കുന്നത്? അച്ഛൻ നിന്നോട് ദേഷ്യപ്പെടുന്നതും വഴക്കു പറയുന്നതും ഒക്കെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ? നിന്നെക്കുറിച്ച് ആരും ഒരു മോശം അഭിപ്രായം പറയുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടിയാ അപ്പുവുമായുള്ള കൂട്ടുകെട്ട് ഒഴിവാക്കാൻ അച്ഛൻ നിന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്. നീ ആ ഫ്രണ്ട്ഷിപ്പ് ഒഴിവാക്കിയപ്പോ അച്ഛനും മുത്തശ്ശിക്കും എനിക്കുമൊക്കെ എന്താശ്വാസമായി എന്നറിയോ? പക്ഷെ എന്തൊക്കെയോ കാരണം പറഞ്ഞ് അപ്പു വീണ്ടും നിന്നെ... അമ്മയ്ക്ക് വേറെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? എനിക്കൊന്ന് കിടക്കണം, നല്ല തലവേദനയുണ്ട്. ടാബ്ലറ്റ് വല്ലതും വേണോ മോളെ? വേണ്ട, ആരും എന്നെ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാ മതി. എന്നാ എന്റെ മോള് കുറച്ചേരം കിടക്ക്, അമ്മ പിന്നെ വരാം. അശ്വതി, എന്തായി? അവള് നിന്നോട് വല്ലതും സംസാരിച്ചോ? ഇല്ലമ്മേ, അവൾ ഇപ്പോഴും പഴയതുപോലെയൊക്കെ തന്നെയാ. അവളുടെ ഈ പോക്ക് കാണുമ്പോ എനിക്കാകെ പേടിയാവുക. അങ്ങനെ പേടിച്ചു ഒളിച്ചുമൊക്കെ ഇത് എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്കാർക്കും എന്നെ വിശ്വാസമില്ലെന്നറിയാം. അങ്ങനെ പകുതി മനസ്സോടെ ചെയ്തതുകൊണ്ടാ അതുകൊണ്ട് ഫലം കാണാതെ പോയത്. ആ ഡോക്ടർ ഇറക്കം പറയുന്നത് പോലൊന്നും അല്ല കാര്യങ്ങൾ. സാധാരണ മരുന്നുകൊണ്ടൊന്നും ഇത് മാറുമെന്ന് എനിക്കൊട്ട് വിശ്വാസവും ഇല്ല. എന്റെ ബലമായ വിശ്വാസം ഇപ്പോഴും ആ കണിയാൻ പറഞ്ഞ കാര്യത്തിൽ തന്നെയാ. എന്റെ അമ്മയൊന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ? മാളു ഇത്രയും വയലന്റ് ആയത് ഈ പൂജയും മന്ത്രവാദവും ഒക്കെ നടത്താൻ നോക്കിയിട്ട് തന്നെയാ. അമ്മയുടെ ഒറ്റ നിർബന്ധം കൊണ്ടാ എനിക്കോ മുരളിയേട്ടനോ താല്പര്യം ഇല്ലാഞ്ഞിട്ട് കൂടി ഇതിനൊക്കെ സമ്മതിച്ചത്. ആ ഡെയ്സി ടീച്ചർ മോനും ഒക്കെ ഇതറിഞ്ഞപ്പോ ഞങ്ങളെ രണ്ടുപേരെയും എന്തുമാത്രം വഴക്കു പറഞ്ഞു എന്നറിയോ? ആകെ നാണക്കേടാകുകയും ചെയ്തു. ആഹാ, അതിലെന്തോന്നാ ഇത്ര കളിയാക്കാനും വഴക്കു പറയാനും ഒക്കെ? എന്നാ പിന്നെ ആ ടീച്ചറിന്റെ മോന്റെ അടുത്തേ ഇവളെ ഒന്ന് ചികിത്സിച്ച് നേരെയാക്കി തരാൻ പറ. കാണട്ടെ അവന്റെ മിടുക്ക്. അശ്വതി, നീ മുരളിയും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ആ പണിക്കരുടെ മോളുടെ കാര്യത്തിൽ ബലമായ ചില സംശയങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കൊച്ചിന്റെ സ്വഭാവവും രീതിയൊക്കെ എന്താ ഇങ്ങനെ അടപടലെ മാറിപ്പോയത്? അതാ ഞാൻ പറഞ്ഞത്, ആ VPയുടെ മോള് നമ്മുടെ കൊച്ചിന്റെ മനസ്സ് മാറ്റാൻ വേണ്ടി എന്തോ ഒരു സൂത്രവിദ്യ ചെയ്തിട്ടുണ്ടെന്ന്. അതെന്താണെന്ന് കഴിവതും നേരത്തെ കണ്ടുപിടിക്കുന്ന ആ ബുദ്ധി. ഇല്ലെങ്കിൽ അവളിങ്ങനെ ആവണക്കണ്ണ ഉടിച്ച അണ്ണാനെ പോലെ മയങ്ങി മയങ്ങി കിടക്കേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പരിഹാരം ബോധ്യമായില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ച് വേറെന്തെങ്കിലും വഴി നോക്കുന്നേ. പിന്നെ അശ്വതി, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ പെങ്കൊച്ചിന്റെ കാര്യം കൂടുതൽ കുഴപ്പത്തിലേക്കേ പോകൂ. മുരളിയേട്ടൻ വരട്ടെ, ഞാൻ പറയാമേ. ദേ, ഇനിയിപ്പൊ കൂടുതൽ ആലോചിക്കാനൊന്നും നിൽക്കാതെ ഒന്നുകിൽ അവളെ വേഗം കെട്ടിച്ചു വിടാൻ നോക്ക്. കല്യാണം കഴിഞ്ഞൊരു കുടുംബജീവിതത്തിന്റെ ചൂടും ചൂരും ഒക്കെ അറിയുമ്പോ അവളിതൊക്കെ അങ്ങ് മറക്കുവന്നേ. ഇനി അതിനും അവൾ സമ്മതിക്കുന്നില്ലെങ്കിൽ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ ഇവിടുന്ന് കുറച്ചു നാൾ എല്ലാവരും കൂടി എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാനുള്ള വഴി നോക്ക്. അല്ലാതെ ആ നശിച്ച കൊച്ചിന്റെ നിഴൽ വെട്ടത്ത് കിടന്ന ഇതിനൊന്നും ഒരു കാലത്തും ഒരു അന്തവും കുന്തവും ഉണ്ടാകാൻ പോകുന്നില്ല, പറഞ്ഞേക്കാം.